ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രബലനം. ഓപ്ഷൻ എ അനുബന്ധനം, ബി വ്യവഹാരവാദം, സി പ്രവർത്തനാനുബന്ധനം, ഡി ശ്രമപരാജയ സിദ്ധാന്തം. ഏതാണ്? പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഓപ്ഷൻ സി പ്രവർത്തനാനുബന്ധനം. ഏതാണ്? ഓപ്ഷൻ സി പ്രവർത്തനാനുബന്ധനം. പ്രബലനം ഏതു പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പ്രവർത്തനാനുബന്ധനം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റമിൻ സിയുടെ മുഖ്യ ഉറവിടം ഏതാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വൈറ്റമിൻ സിയുടെ മുഖ്യ ഉറവിടം ഏതാണ്? ഓപ്ഷൻ എ നെല്ലിക്ക, ഓപ്ഷൻ ബി ഇറച്ചി, ഓപ്ഷൻ സി പയർ, ഓപ്ഷൻ ഡി മത്സ്യം. ഓപ്ഷൻ എ നെല്ലിക്ക, ഏതാണ്? ഓപ്ഷൻ ബി ഇറച്ചി, ഓപ്ഷൻ സി പയർ, ഓപ്ഷൻ ഡി മത്സ്യം. ഏതാണ് വൈറ്റമിൻ സി? ഓക്കെ, ഓപ്ഷൻ എ നെല്ലിക്ക. ഏതാണ് വൈറ്റമിൻ സിയുടെ ഉറവിടം? നെല്ലിക്ക. എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ ലോകത്തെ അറിയിച്ചത് എന്താണ്? എമിലി എന്ന ഗ്രന്ഥം, റൂസോയുടെ എമിലി എന്ന ഗ്രന്ഥം പഠിച്ചിട്ടില്ലേ? എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ ലോകത്തെ അറിയിച്ചത് എന്താണ്? കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം, വിദ്യാഭ്യാസ സങ്കല്പം, അധ്യാപക സങ്കല്പം, പ്രകൃതിയെക്കുറിച്ചുള്ള സങ്കല്പം. ഏതാണ്? കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം, വിദ്യാഭ്യാസ സങ്കല്പം, അധ്യാപക സങ്കല്പം, പിന്നെ പ്രകൃതിയെക്കുറിച്ചുള്ള സങ്കല്പം. ഇതിനകത്ത് ഏതാണ് എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ ലോകത്തെ അറിയിച്ചത്? ഓക്കെ, ഓപ്ഷൻ സി അധ്യാപക സങ്കല്പം. ഏതാണ്? ഓപ്ഷൻ സി അധ്യാപക സങ്കല്പം. സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം ഏതാണ്? സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം. ഓപ്ഷൻ എ ശൈശവം, ഓപ്ഷൻ ബി ബാല്യം, ഓപ്ഷൻ സി കൗമാരം, ഓപ്ഷൻ ഡി യൗവനം. ഏതാണ്? സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കൗമാരം. സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം ഏതാണ്? ഓപ്ഷൻ സി കൗമാരം. അടുത്ത ക്വസ്റ്റ്യൻ, പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പൗരാണിക അനുബന്ധന രീതി ആരാണ്? ഓപ്ഷൻ എ പിയാഷെ, ബി പാവ്ലോവ്, സി സ്കിന്നർ, ഡി വാട്സൺ. ഓപ്ഷൻ എ പിയാഷെ, ബി പാവ്ലോവ്, സി സ്കിന്നർ, ഡി വാട്സൺ. ആരാണ് പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ? ആരാണ്? ഓപ്ഷൻ ബി പാവ്ലോവ്. ആരാണ്? ഓപ്ഷൻ ബി പാവ്ലോവ്. അടുത്ത ക്വസ്റ്റ്യൻ, യുണിസെഫ് രൂപീകരിച്ച വർഷം ഏതാണ്? യുണിസെഫ് രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1948. ഏതാണ് യുണിസെഫ് രൂപീകരിച്ച വർഷം? ഓപ്ഷൻ ബി 1946. 1946 യുണിസെഫ് രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട ദാർശനികൻ ആരാണ്? വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട ദാർശനികൻ ആരാണ്? ഓപ്ഷൻ എ റൂസോ, ബി കൊമേനിയസ്, സി ജോൺ ഡ്യൂയി, ഡി പൗലോ ഫ്രെയർ. ഓപ്ഷൻ എ റൂസോ, ബി കൊമേനിയസ്, സി ജോൺ ഡ്യൂയി, ഡി പൗലോ ഫ്രെയർ. ഏതാണ് ആൻസർ? വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട ദാർശനികൻ ആരാണ്? ഓപ്ഷൻ എ റൂസോയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, അനോഫിലിസ് കാരണമാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ മസ്തിഷ്ക ജ്വരം, ബി ചിക്കൻ ഗുനിയ, സി ഡെങ്കിപ്പനി, ഡി മലമ്പനി. മസ്തിഷ്ക ജ്വരം, ചിക്കുൻ ഗുനിയ, ഡെങ്കിപ്പനി, മലമ്പനി. അനോഫിലിസ് കാരണമാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി മലമ്പനി. ഏതാണ്? ഓപ്ഷൻ ഡി മലമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിലെ വായനാ വൈകല്യം എന്താണ്? കുട്ടികളിലെ വായനാ വൈകല്യം അതിന് പറയുന്ന പേര്, ആ അസുഖത്തിന് പറയുന്ന പേര്. ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ബി ഓട്ടിസം, സി ഡിസ്ഗ്രാഹ്യ, ഡി ജൽപ്പനം. ഏതാണ് കുട്ടികളിലെ വായനാ വൈകല്യം? ഓക്കെ, ഓപ്ഷൻ എ ഡിസ്ലെക്സിയ. ഇത് കുറച്ച് നാളും കൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, ഓർത്തിരുന്നോണേ. അടുത്ത ക്വസ്റ്റ്യൻ, നഴ്സറി സ്കൂൾ
ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? ഉൾപ്പെടുന്നത് നമ്മൾ ശരിക്കും പഠിക്കണം. ചിലപ്പോൾ ചോദിക്കുന്നത് ഉൾപ്പെടാത്തത് ഏതാണ് എന്നും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചോദിച്ചേക്കുന്നത് നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? വായനാശേഷി വികാസം, ലേഖനശേഷി വികാസം, പഠനശേഷി വികാസം, സൂക്ഷ്മപേശി വികാസം. നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? ഓക്കെ, ആൻസർ ഏതാണ്? ഡി, സൂക്ഷ്മപേശി വികാസം. നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സൂക്ഷ്മപേശി വികാസം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു പേജാണ് നമ്മളിന്ന് നോക്കുന്നത്. 11ാമത്തെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കളിയിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത് എന്താണ്? കളിയിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ യുക്തിചിന്തനം, ബി ഇന്ദ്രിയാനുഭവം, സി വൈജ്ഞാനിക വികാസം, ഡി അച്ചടക്കം. അപ്പം നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ഇതിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു, അതായത് ക്യാൻസൽ ചെയ്താന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ഇതിന് ആൻസർ ഇതിൽ കാണില്ല. പക്ഷേ ഒരു ഇന്ദ്രിയാനുഭവം കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? പക്ഷേ അത് തന്നെയാണോ ആൻസർ എന്നറിയില്ല. പിന്നെ മാനസിക ഉല്ലാസം, മാനസിക സന്തോഷം എന്നിവയ്ക്കല്ലേ കളികളിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആൻസർ എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കളികളിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത് ഈ ഓപ്ഷനുകളിൽ ഒന്നുകിൽ കാണില്ല കേട്ടോ. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. കളികളിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത് എന്താണെന്നുള്ളത്. ഇന്ദ്രിയാനുഭവം കിട്ടാനൊരിതുണ്ട്, പക്ഷേ അതല്ലെന്ന് തോന്നുന്നു ആൻസർ. പിന്നെ മാനസിക ഉല്ലാസം, മാനസിക സന്തോഷം എന്നൊക്കെ പറയാം. മറ്റ് ആൻസർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പം വീഡിയോ ഒരുപാടാകുന്നു. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എല്ലാവരും ഒന്ന് കേൾക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് താമസിക്കാതെ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ നമുക്ക് താമസിക്കാതെ കാണാം. അതുവരെ ബൈ.